എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഈ ഡയലോഗ് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മോഹൻലാലും ശ്രീനിവാസനുമായിരിക്കും അല്ലെ? നാടോടിക്കാറ്റിലെ ദാസനും വിജയനും. സിനിമയിൽ വിജയൻ ദാസനോട് പറഞ്ഞ ഈ കാര്യം സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിന്റെ പേരാണ് ദ ലോ ഓഫ് ജെസ്റ്റേഷൻ ഓർ ദ ലോ ഓഫ് ഇൻക്യുബേഷൻ എന്നുള്ളത്. ജെസ്റ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ദ പ്രോസസ് ഓർ പീരീഡ് ഓഫ് ഡെവലപ്പിംഗ് ഇൻസൈഡ് ദ വോംബ് ബിറ്റ്വീൻ കൺസെപ്ഷൻ ആൻഡ് ബർത്ത് ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. ഏതൊരു കാര്യവും അത് ഫോം ചെയ്ത് പൂർണ്ണ രൂപത്തിലെത്താൻ എടുക്കുന്ന സമയത്തെയാണ് ജെസ്റ്റേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ലോ ഓഫ് ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഒരു ജെസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ അത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടാണ് ഒരു ഫുൾ ഫോമിലേക്ക് എത്തുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോസസ്സും ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ കൂടി കടന്നു പോയിട്ട് വേണം അത് ആക്ച്വലൈസ് ആവാൻ. കൺസെപ്ച്വലൈസ് ആവുന്നതിനും ആക്ച്വലൈസ് ആവുന്നതിനും ഇടയിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് എന്ന് ദ ലോ ഓഫ് ജെസ്റ്റേഷൻ പറയുന്നു. ഇതിനെ തന്നെയാണ് ദ ലോ ഓഫ് ഇൻക്യുബേഷൻ എന്നും പറയുന്നത്. ഇപ്പോൾ ഒരു സീഡ് എടുത്തു കഴിഞ്ഞാൽ ആ സീഡ് കംപ്ലീറ്റ് ആയിട്ട് വളർന്ന് ഒരു ട്രീ ആയി മാറാൻ, അതിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു ട്രീ ആണെങ്കിൽ ഫ്രൂട്ട്സ് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലെ? അത് പല ചെടികൾക്കും പല സമയമായിരിക്കും. അതേപോലെ മനുഷ്യരുടെ കാര്യത്തിൽ, മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ക്യാരറ്റിന്റെ സീഡ് അത് ഫുള്ളി ഡെവലപ്ഡ് ആവാൻ എടുക്കുന്ന സമയം 70 മുതൽ 80 ദിവസം വരെയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പെർമും എഗ്ഗും കൂടി ജോയിൻ ചെയ്ത് ഒരു ഹെൽത്തി ബേബി ആയിട്ട് പുറത്തു വരാനായിട്ട് 280ഓളം ദിവസങ്ങൾ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇത് ആനകളുടെ കാര്യത്തിലാണെങ്കിൽ 18 മുതൽ 22 ആഴ്ച വരെയാണത്രേ വേണ്ട സമയം. കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 20-21 ദിവസങ്ങളാണ് വേണ്ടത്. വെയിലിനാണെങ്കിൽ, തിമിംഗലത്തിനാണെങ്കിൽ 1 വർഷം മുഴുവൻ ആവശ്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഓരോന്നിനും എടുക്കുന്ന സമയം വ്യത്യാസമാണ്. ഇപ്പൊ ക്യാരറ്റിന്റെ സീഡിന് 70-80 ദിവസം എന്ന് നമ്മൾ പറഞ്ഞാൽ നെല്ല് പൂർണ്ണ വളർച്ചയെത്താൻ വേണ്ട സമയം വ്യത്യാസമായിരിക്കും. ആപ്പിള് പൂർണ്ണ വളർച്ചയെത്താൻ വേണ്ട സമയം വ്യത്യാസമായിരിക്കും. ഇതൊക്കെ വേറെ വേറെ സമയങ്ങളാണ്. സോ നമുക്ക് എപ്പോഴെങ്കിലും ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ബേബി 5 മാസം കൊണ്ട്, ഇപ്പൊ നമ്മൾ 9 മാസം എന്ന് പറയുന്നത് 5 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി ഒരു ഹെൽത്തി ബേബി ആയിട്ട് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം 9 മാസം യൂട്രസിൽ കിടന്നാലാണ് അത് പൂർണ്ണ വളർച്ചയെത്തി വരുന്നത്. സോ നമുക്കൊരിക്കലും അതിന്റെ ടൈം പീരീഡ് ഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഏതൊരു ക്രിയേഷൻ ആയാലും അത് കൺസെപ്ച്വലൈസ് ആയി അത് ആക്ച്വലൈസ് ആവുന്നതിന് ഇടയ്ക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ഇതിനെയാണ് ലോ ഓഫ് ജെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓരോ ലക്ഷ്യങ്ങൾക്കും എത്ര സമയം വേണം നമ്മൾ വിചാരിക്കുന്ന ആ ഫോമിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട്? നമുക്കറിയോ ഈ ലോ ഓഫ് ജെസ്റ്റേഷൻ അനുസരിച്ച് ജെസ്റ്റേഷൻ പീരീഡ് എത്രയാണ്, ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ ക്യാരറ്റിന്റെ എത്രയാണെന്ന് അറിയാം, മനുഷ്യക്കുഞ്ഞുങ്ങളുടെ എത്രയാണെന്ന് അറിയാം, വെയിലിന് എത്രയാണെന്ന് അറിയാം, ആനയ്ക്ക് എത്രയാണെന്ന് അറിയാം. അതേപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് എത്ര പീരീഡ് വേണം, എത്ര സമയം വേണം അത് പൂർണ്ണമായിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി തിങ്സ്. നമ്മുടെ സ്ട്രാറ്റജീസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടാക്ടിക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ബിഹേവിയേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഈ എല്ലാ കാര്യവും ഒരുമിച്ച് ശരിയായിട്ട് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യം തന്നെ 2 പേർക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം വ്യത്യാസമായിരിക്കാം. കാരണം വി നീഡ് ടു പുട്ട് ഇൻ ദ റൈറ്റ് എഫേർട്സ്. നമ്മൾ ശരിയായിട്ടാണോ ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വി നീഡ് ടു പുട്ട് ഇൻ ദ റൈറ്റ് എഫേർട്സ് എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൈ വെറുതെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ, നട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണ വളർച്ചയെത്തി നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുമെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇറ്റ് നീഡ്സ് ടു ബി ഇൻ ദ റൈറ്റ് എൻവയോൺമെന്റ്. കറക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിലായിരിക്കണം നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ നെർച്ചർ ചെയ്യണം, നല്ല സൂര്യപ്രകാശം കിട്ടണം. അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളുടെ കാര്യമായാലും. ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, അങ്ങനെ ഏതൊരു ലക്ഷ്യമായാലും അത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് അതിന് വേണ്ടത്ര എഫേർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. സോ വി നീഡ് ടു ഹാവ് ദ റൈറ്റ് സ്ട്രാറ്റജീസ്, വി നീഡ് ടു ഹാവ് ദ റൈറ്റ് സ്കിൽസ്. നമുക്ക് ശരിയായിട്ടുള്ള മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാവണം. നമ്മുടെ ബിഹേവിയേഴ്സ്, നമ്മുടെ ബിലീവ്സ്, നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ ശരിയായിരിക്കണം. എല്ലാം കറക്റ്റായിട്ട് വന്നാലാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ വേറെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വി നീഡ് ടു ബി പേഷ്യൻറ്റ് ഇനഫ് എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നിരാശ വരും അല്ലേ? നമ്മളെല്ലാം ശരിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം.
എന്നിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തിനാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാൻ വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ദർ ഈസ് എ ജസ്റ്റേഷൻ പീരീഡ്. ആ ജസ്റ്റേഷൻ പീരീഡ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇപ്പൊ മനുഷ്യക്കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ 250 ദിവസം അല്ലെങ്കിൽ 9 മാസം എന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഗോൾസിന്റെ കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ സുഖമായിരുന്നു. പക്ഷേ നമുക്കത് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കില്ല. സോ ചെയ്യുന്ന കാര്യം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇതിന്റെ ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല, ഇത് ആക്ച്വലൈസ് ആവാൻ ഇനിയും സമയം എടുക്കുമെന്ന് വിശ്വസിച്ച് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസപ്പോയിന്റഡ് ആവാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിച്ച്, നമ്മളിൽ തന്നെ വിശ്വസിച്ച് ആ കാര്യം കണ്ടിന്യൂ ചെയ്യുക. വെറുതെ വെയിറ്റ് ചെയ്യുന്നതിനെ നമുക്ക് പേഷ്യൻസ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു കോട്ട് ഉണ്ട്: പേഷ്യൻസ് ഇസ് നോട്ട് ദ എബിലിറ്റി ടു വെയിറ്റ് ബട്ട് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഫെയ്ത്ത് ആൻഡ് കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വൈൽ വെയിറ്റിംഗ് ഫോർ യുവർ ഡിസയർ ടു കം ടു ഫ്രൂഷൻ. ഇത് ബോബ് പ്രോക്ടറുടെ ഒരു കോട്ടാണ്. ക്ഷമ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ വെയിറ്റ് ചെയ്യുന്നതല്ല, വിശ്വാസത്തോടുകൂടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ നമ്മുടെ റിസൾട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതിനെയാണത്രേ ക്ഷമ എന്ന് പറയുന്നത്. സോ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടാണ് എന്ന് ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ. ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഓക്ക് ട്രീക്ക് അത് ഫുള്ളി ഡെവലപ്പ് ആവാൻ, ഫുള്ളി മെച്യൂർഡ് ആവാനായിട്ട് ഏകദേശം 50 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അതായത് അതിന്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. 50 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് എന്നൊക്കെ പറയാം അല്ലേ, അത്രയും സമയം എടുക്കും. പക്ഷേ വൺസ് അത് ഫുള്ളി ഗ്രോ ആയി കഴിഞ്ഞാൽ ആ ഒരു ഓക്ക് ട്രീക്ക് 400 വർഷത്തോളം ജീവിക്കാൻ സാധിക്കും അത്രേ. എന്ന് പറഞ്ഞാൽ 400 വർഷത്തോളം അത് ഈ ഭൂമിയിൽ നിലനിൽക്കുമെന്ന്. സോ 50 വർഷം എടുത്തിട്ടാണ് അത് പൂർണ്ണമായിട്ടും വളരുന്നത്. അതിനുശേഷം 400ഓളം വർഷത്തോളമാണ് അത് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും, ഒരുപാട് വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത്തും സെക്യൂരിറ്റിയും അഭിമാനവും ഒക്കെ തരുന്നതായിരിക്കും. സോ ഈ ഓക്ക് ട്രീയുടെ കാര്യം പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം എന്ന് പ്രതീക്ഷിക്കാതെ കഷ്ടപ്പെടാൻ തയ്യാറാവുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പോടുകൂടി തന്നെ പ്രതീക്ഷയോടെ വർക്ക് ചെയ്യുക, പേഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ആ ജസ്റ്റേഷൻ പീരീഡ് എപ്പോൾ കഴിയുന്നോ അപ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് ഒരു ആക്ച്വൽ ഫോം ആയിട്ട് മാറുക തന്നെ ചെയ്യും. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.